വളരെ ചെറിയൊരു കഥാന്തുവിനെ കുടുംബത്തിനും വീട്ടിനകത്തും കൊണ്ടുവച്ച നല്ലൊരു സിനിമ ചെയ്യാനാകുമെന്ന് കാണിച്ചു തന്നിരിക്കുകയാണ് വ്യസനസമേതം ബന്ധുമിത്രാദികൾ. ബന്ധുക്കൾക്കും മിത്രങ്ങൾക്കും വ്യസനമുണ്ടെങ്കിലും ഇല്ലെങ്കിലും തിയേറ്ററിൽ സിനിമ കാണുന്ന പ്രേക്ഷകര് അതുണ്ടാവില്ല. മാത്രമല്ല ഇടയ്ക്കിടെ മനസ്സറിഞ്ഞ് ചിരിക്കുകയും ചെയ്യാം. തിരുവനന്തപുരത്തെ ഒരു ചെറിയ പ്രദേശത്താണ് ഈ കഥ മുഴുവൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തിന്റെ ഗ്രാമഭാഷയാണ് സിനിമയിലുടനീളം ഉപയോഗിച്ചിരിക്കുന്നത്. വടക്കൻ മലബാറിൽ നിന്നാണ് അനശ്വര രാജന്റെ വരവെങ്കിലും തിരുവനന്തപുരത്തിന്റെ ഭാഷ അനശ്വരയുടെ അഞ്ജലി എന്ന കഥാപാത്രം വളരെ മനോഹരമായി പറയുന്നുണ്ട്. കേള് എന്നൊക്കെ പറയുമ്പോൾ CV രാമപിള്ളയുടെ ധർമ്മരാജ നോവലിന്റെ കാലത്തെ അതേ ഭാഷ ഒരു നൂറ്റാണ്ടിനപ്പുറം രസകരമായി നിലനിൽക്കുന്നുണ്ടല്ലോ എന്ന് തോന്നും. അനശ്വര രാജൻ, അസീസ് നെടുമങ്ങാട്, നോബി മാർക്കോസ്, സിജു സണ്ണി, ജീമോൻ ജ്യോതിർ, മല്ലിക സുകുമാരൻ, ബൈജു സന്തോഷ് തുടങ്ങി സിനിമയിൽ മിന്നി പറയുന്ന കഥാപാത്രം വരെ ഒരു മരണ വീട്ടിൽ എങ്ങനെയൊക്കെ കാണിക്കാമോ അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ വികാരങ്ങൾ ചിരിയായി വരുത്താമോ അതൊക്കെ വ്യസനം കൂടാനെത്തിയ ബന്ധുമിത്രാദികൾ ചെയ്തു വെക്കുന്നുണ്ട്. എങ്ങനെയൊക്കെ സിനിമയ്ക്ക് കഥ കണ്ടുപിടിക്കാനാവുമോ എന്ന് അത്ഭുതം തോന്നും. ഓരോ വീട്ടിലും സാധാരണ നടക്കാറുള്ള വളരെ നിസ്സാരമായ കാര്യങ്ങളെ പോലും സിനിമ അതീവ ശ്രദ്ധയോടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അസീസ് നെടുമങ്ങാടിന്റെ മുരളിയും അനശ്വര രാജന്റെ അഞ്ജലിയും സിനിമയിൽ കയറി അങ്ങ് സ്കോർ ചെയ്യുന്നുണ്ട്. അസീസിനെ പോലൊരു നടൻ ഇനിയും നൂറുകണക്കിന് വേഷങ്ങളിലൂടെ തന്റെ പ്രതിഭ തെളിയിച്ചുകൊണ്ടേയിരിക്കും. മുരളി എന്ന നിസ്സഹായനായ കുടുംബനാഥന്റെയും പിതാവിന്റെയും അതിലേറെ കരയോഗത്തെ പേടിച്ച് ജീവിക്കേണ്ടി വരുന്ന മനുഷ്യന്റെയും അവസ്ഥ അസീസ് തന്റെ ഓരോ ചലനങ്ങളിലും അതിഗംഭീരമായി തന്നെ പകർത്തി വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ഏതൊരാൾക്കും തന്റെ മതം മാറാൻ സാധിച്ചേക്കും, പക്ഷേ ജാതി മാറാനാവില്ലെന്ന് എത്ര സുന്ദരമായാണ് വ്യസനസമേതം ബന്ധുമിത്രാദികൾ പറഞ്ഞു വെക്കുന്നത്. മറ്റൊരു മതത്തിലുള്ളയാളെ മകനോ മകളോ അടുത്ത ബന്ധുവോ വിവാഹം ചെയ്താൽ ചിലപ്പോൾ സമൂഹം അംഗീകരിച്ചേക്കും. പക്ഷേ ജാതി മാറിയാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ അവർ എല്ലാ കാലത്തും അതിന്റെ ദുരിതങ്ങൾ സമൂഹത്തിൽ നിന്ന് അനുഭവിച്ചുകൊണ്ടേയിരിക്കും. കോളേജിൽ തന്നെ ജൂനിയറായി പഠിച്ച അഞ്ജലിയോട് സുഹൈൽ മുഹമ്മദിന് തോന്നിയ പ്രണയം അവളുടെ വിവാഹ നിശ്ചയശേഷവും അസ്ഥിക്ക് പിടിച്ച് തുടരുമ്പോൾ അവളിലേക്ക് എത്താൻ അവൻ നടത്തുന്ന പല പല മാർഗങ്ങൾ സിനിമ പറയുന്നു. പക്ഷെ അത് സിനിമയുടെ പ്രധാന കഥപറച്ചിൽ വഴിത്തിരിവായി എഴുത്തുകാരനും സംവിധായകനുമായ S. വിപിൻ കാണുന്നേയില്ല. കരയോഗം ജാതിയിൽ പിറന്ന കുടുംബത്തിന്റെ കഥ പ്രധാനമായി മുന്നോട്ടു പോകുമ്പോൾ അയൽ വീടിന്റെ പറമ്പിലൂടെ വഴി വേണമെന്ന് പറഞ്ഞ് കേസ് നടത്തി ജയിച്ച തൊട്ടപ്പുറത്തെ വീട്ടുകാരും കുട്ടികൾക്ക് കഞ്ഞി ഉണ്ടാക്കി കൊടുത്തതിനു ശേഷം മാത്രമേ മരിച്ച വീട്ടിലേക്ക് വരാൻ കഴിയുള്ളൂ പറയുന്ന സംവരണ സീറ്റിൽ ജയിച്ച ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തെയുമെല്ലാം ജാതി വ്യവസ്ഥയുടെ കാഴ്ചകളിലേക്ക് സംവിധായകൻ എത്തിക്കുന്നുണ്ട്. മതത്തെക്കാൾ വലുതാണ് ജാതി എന്ന് പലയിടത്തും സിനിമ തെളിയിക്കുന്നുമുണ്ട്. സഖാവിന്റെ ഖായല്ല സംഘിയുടെ ഖാ എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റും വലിയ അർത്ഥത്തിൽ തന്നെ സിനിമയിൽ പ്രയോഗിക്കുന്നുമുണ്ട്. മാട്രിമോണി വഴി മകൾക്ക് വിവാഹാലോചന വന്നാലും നാട്ടിലെ കരയോഗം പ്രസിഡന്റിനെ വിളിച്ചാണ് ചെറുക്കൻ വീട്ടുകാർ അന്വേഷിച്ചത് എന്ന ഒറ്റ കാരണം കൊണ്ട് പ്രസിഡന്റിനും കരയോഗത്തിനും മുമ്പിൽ ഓച്ചാനിച്ചു നിൽക്കേണ്ടി വരുന്ന മുരളിയുടെ അവസ്ഥ ഒറ്റപ്പെട്ടതായിരിക്കില്ല. ശ്രേണി ബന്ധങ്ങളുടെ ഉയർച്ച താഴ്ചകൾ വ്യക്തമായി അടയാളപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ താഴെയുള്ളവൻ എല്ലാ സമയത്തും മുകളിലുള്ളവന് വേണ്ടി അടിമപ്പണി ചെയ്യണമെന്ന മനസ്സ് കാത്തു സൂക്ഷിക്കണമെന്ന നിബന്ധനയും ഈ സിനിമ മുന്നോട്ട് വെക്കുന്നുണ്ട്. ജാതി കൊണ്ട് മാത്രമല്ല, തൊഴിൽ കൊണ്ടും ഭീഷണി കൊണ്ടും ബ്ലാക്ക് മെയിലിംഗ് കൊണ്ടുമെല്ലാം ഈ വ്യത്യസ്തതകളെയും അടിമ ഉടമ ബന്ധങ്ങളെയും ചിത്രം നന്നായി ചിത്രീകരിച്ചു വെച്ചിട്ടുണ്ട്. സിനിമയുടെ ടൈറ്റിലിന്റെ പശ്ചാത്തലത്തിൽ വരുന്ന ഗാനവും സംഗീതവും മുതൽ വ്യസനസമേതം ബന്ധുമിത്രാദികൾ പ്രേക്ഷകരെ ഏതാനും വർഷങ്ങൾ പിറകിലോട്ട് സഞ്ചരിപ്പിക്കുകയും ഒന്നോ രണ്ടോ പതിറ്റാണ്ട് മുമ്പുള്ള ഒരു സിനിമ കാണുന്നതിന്റെ അതേ ആവേശം ഉള്ളിൽ നിറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. മരിപ്പ് നടന്നിടങ്ങളിൽ താൻ പോകാറില്ലെന്നും അവിടെ കരയുന്നവരെ കണ്ടാൽ തനിക്ക് ചിരി വരുമെന്നും പറയുന്ന ശക്തിയേട്ടന്റെ അതേ അവസ്ഥയാണ് സിനിമ കാണുന്ന പ്രേക്ഷകർക്കും ഉണ്ടാവുക. സംഗതി മരണ വീട്ടിൽ ആളുകൾ കരയുകയും മൂക്കുപിഴിയുകയും സങ്കടപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇതൊക്കെ കാണുന്ന കാഴ്ചക്കാരന് ചിരിക്കാനാണ് തോന്നുക. അമിത പ്രതീക്ഷയില്ലാതെയും ഗിമ്മിക്കുകളും ജീവിതത്തിലില്ലാത്ത മറ്റെന്തൊക്കെയൊക്കെയും സ്ക്രീനിൽ കാണുമെന്ന് ആഗ്രഹിക്കാതെയും പോകുന്നവർക്ക് ഒരു സുഖമുള്ള സിനിമ കണ്ട അനുഭവം വ്യസനസമേതം ബന്ധുമിത്രാദികൾ നൽകും. വ്യസനം ഏതുമില്ലാതെ കണ്ടിരിക്കാമെന്നതാണ് വ്യസനസമേതം ബന്ധുമിത്രാദികളിലെ കാഴ്ച അനുഭവം. തീർച്ചയായും അത് നിങ്ങൾക്കറിയാവുന്ന പല മനുഷ്യരെയും വിവിധ അനുഭവങ്ങളെയും കൂടി കൂട്ടിച്ചേർക്കാനാവും.